സാറിൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത സംഭവം, എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒത്തിരി സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഞാനിവിടുന്ന് അമേരിക്കയിലേക്ക് പോകുമ്പോൾ എന്നെ മിനിയാപോളിസ് എന്ന എയർപോർട്ടിൽ വെച്ച് ഹരാസ് ചെയ്തത്, ഒരു 6 മണിക്കൂർ എന്നെ ഹരാസ് ചെയ്തു. അമേരിക്കയിലെ എയർഫോഴ്സ് ഉദ്യോഗസ്ഥരല്ല, സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരാണ്. ശരിക്കും വിറങ്ങലിച്ച് മരിച്ചു എന്ന് വിചാരിച്ചതാണ്. അത് ഒരു വലിയ സംഭവമാണ്. പക്ഷെ അതിനേക്കാളേറെ എന്നെ പിടിച്ചു കുലുക്കിയത്, കരഞ്ഞുപോയി, പൊട്ടി കരഞ്ഞു പോയത് എറണാകുളത്തെ ദ്വാരക ഹോട്ടലിൽ സപ്ലയറായിട്ടിരുന്ന കാലത്ത്, അന്ന് +2 ലെവലിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ്. ശരീരത്തിന് അത്ര ആരോഗ്യമൊന്നുമില്ല, മെലിഞ്ഞ അസ്ഥികൂടം മാതിരിയുള്ളതാണ്. ആ ദ്വാരക ഹോട്ടലിലെ ഉടമസ്ഥൻ എൻ്റെ അച്ഛനും ഒക്കെ ആയിട്ട് അമ്പലത്തിൽ കുറേ ജോലി ചെയ്ത ബന്ധത്തിലാണ്. വീട്ടിൽ വലിയ ഗതിയൊന്നും ഇല്ലാത്തപ്പോൾ മകന് ജോലി കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സപ്ലയറായിട്ടൊരു ജോലി കൊടുത്തത്. രാവിലെയും വൈകുന്നേരവും സപ്ലയറായിട്ട് ജോലി ചെയ്യണം. ഉച്ചയ്ക്ക് എറണാകുളത്തെ മഹാരാജാസ് കോളേജിലേക്ക് പഠിക്കാൻ പോകാം, അങ്ങനെ ഒരു കണ്ടീഷനാണ്. 80 രൂപ ശമ്പളം. രാവിലെ വളരെ നേരത്തെ എഴുന്നേൽക്കണം. ഇപ്പോൾ വൈകുന്നേരങ്ങളിൽ നേവൽ ബേസിൽ നിന്ന് ധാരാളം ആൾക്കാർ വരും ഭക്ഷണം കഴിക്കാൻ, വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കാൻ. അതിലൊരു സർദാർജി വന്നിരുന്നു. കുറേ പേര് സർദാർജിയുടെ കുടുംബാംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവർ നോർത്ത് ഇന്ത്യൻ ടൈപ്പ് ഭക്ഷണമാണ്. അവർ സാധാരണ പൂരി, ചന്ന മസാല, ബത്തൂറ തുടങ്ങിയ സാധനങ്ങളൊക്കെയാണ് അവർ ഓർഡർ ചെയ്യുക. ഈ സർദാർജിക്ക് 2-3 കുട്ടികളുണ്ട്. ഭയങ്കര എനർജറ്റിക്കാണ്, ഒരു സ്ഥലത്തും സ്വസ്ഥമായിട്ടിരിക്കണില്ല. അപ്പോൾ ഈ സർദാർജി ആണെങ്കിൽ അയാളുടെ തനി മേധാവിത്വം കാണിക്കുന്ന ഒരു നേവൽ ബേസ് ഓഫീസറാണ്. അപ്പം ഇയാൾ ഒരു വലിയ പാത്രത്തിൽ ഏതെങ്കിലും കറി ഓർഡർ ചെയ്തിട്ട് ഇവരെടുത്തു കഴിഞ്ഞാൽ ഇവരങ്ങോട്ട് കൊടുക്കില്ല. ഈ സപ്ലയർ വന്നിട്ട് വേണം അത് അങ്ങോട്ടേക്ക് വെച്ച് കൊടുക്കാൻ. അപ്പം നമ്മൾ ആ ഹോട്ടലിലെ ഉടമസ്ഥൻ പറയുകയും ചെയ്തു, വളരെ വലിയ ഉദ്യോഗസ്ഥനായ അയാളെ കാര്യമായിട്ട് നോക്കിക്കൊള്ളണം, മറ്റ് ടേബിൾ നീ നോക്കണ്ട, അയാളെ മാത്രം നോക്കിയാൽ മതി എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ ഇവരെ തിന്ന് കഴിയുമ്പോഴത്തേക്ക് ഓരോ പ്ലേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി മാറ്റി വെച്ച് കൊടുക്കണം. തീർന്നു കഴിഞ്ഞാൽ പുതിയത് ഓർഡർ ചെയ്യണം. അങ്ങനെ ഒരു പ്ലേറ്റ് എടുത്ത് കടലക്കറി എടുത്ത് സർദാർജിയുടെ അടുത്ത് വെക്കുമ്പോൾ അയാളുടെ മകൻ ഇവിടെ ഉണ്ടായിരുന്നവൻ പെട്ടെന്ന് ചാടി എണീറ്റപ്പോൾ എൻ്റെ കയ്യിലാണ് തട്ടിയത്. എൻ്റെ കയ്യിൽ തട്ടിയപ്പോഴത്തേക്ക് ഈ പ്ലേറ്റ് കയ്യിൽ നിന്ന് വിട്ടുപോയി. നല്ല വെയിറ്റുള്ള പ്ലേറ്റാണ്. ആ പ്ലേറ്റ് തട്ടിയതും അത് താഴെ വീണു. അതിനകത്തുള്ള കറികളങ്ങ് സ്പ്ലർട്ട് ചെയ്തു, തെറിച്ചു. അത് സർദാർജിയുടെ ഡ്രസ്സിൽ വീണു, ബാക്കി 1-2 പേരുടെ ഡ്രസ്സിലും വീണു. ഈ സർദാർജി എഴുന്നേറ്റ് നിന്ന് എൻ്റെ ചെകിടത്തൊരടി അടിച്ചു. അതെൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അനുഭവമാണ്. ഞാൻ കരഞ്ഞു. ഞാൻ മുറിയിൽ പോയിട്ട് കുറേ കരഞ്ഞു. പക്ഷെ മാനേജറുണ്ട് അവിടെ, ഒരു പെക്യൂലിയർ ടൈപ്പ് മാനേജറാണ്. കസ്റ്റമേഴ്സിനെ അങ്ങ് കയ്യിലെടുക്കാൻ വളരെ കപ്പാസിറ്റിയുള്ള മാനേജറാണ്. അയാൾ വന്ന് സർദാർജിയോട് പറഞ്ഞു, ഒരു തറക്കേടുമില്ല, കൊടുത്തത് വളരെ നന്നായേ ഉള്ളൂ എന്നും പറഞ്ഞു. അതും കൂടി ആയപ്പോൾ എൻ്റെ സകല എന്താ പറയുക, ക്ഷമിക്കാനല്ല, താങ്ങാനുള്ള എല്ലാ ശക്തിയും നഷ്ടപ്പെട്ടു. ആ അടിയുടെ വേദനയും അത്രയും പേര്, ആ ഹോട്ടലിലുള്ളവരെല്ലാം അത് കണ്ടു. ഈ സർദാർജിയുടെ ഷൗട്ടിങ്ങും അയാൾ തല്ലിയതും ഈ മാനേജർ വന്ന് അയാളെ ന്യായീകരിച്ചതും ഇതെല്ലാം ഗോപാലകൃഷ്ണൻ എന്ന വ്യക്തിയുടെ മനസ്സിൽ മായാതെ കിടക്കുന്ന ഏറ്റവും വേദനാജനകമായിട്ടുള്ള ഒരു സംഭവമാണ്. ഇടയ്ക്ക് എറണാകുളത്തേക്ക് പോകുമ്പോൾ 2-3 കൊല്ലത്തിലൊരിക്കൽ ഞാൻ ആ ഹോട്ടലിൽ പോകും. ആ ഹോട്ടലിൽ പോയിട്ട് അതേ സർദാർജി ഇരുന്ന് അതേ കസേരയിലിരുന്ന്, ഇപ്പോൾ അവിടുത്തെ ജോലിക്കാരൊന്നും എന്നെ അറിഞ്ഞുകൂടാ, എനിക്ക് അവരെയും അറിഞ്ഞുകൂടാ. എന്നാൽ ആ കസേരയിലിരുന്ന് ഞാനൊരു കപ്പ് ചായ ഒറ്റയ്ക്ക് കുടിച്ചിട്ടാണ് വരിക. ആ സർദാർജി ചെകിടത്ത് തല്ലിയ ആ ഓർമ്മ കാലം കുറേ കഴിഞ്ഞു. 1970-71 കാലയളവിലാണ്. 70 കഴിഞ്ഞിട്ട്, 80 കഴിഞ്ഞിട്ട്, 90 കഴിഞ്ഞിട്ട്, 2000 കഴിഞ്ഞിട്ട്, 2010 കഴിഞ്ഞിട്ട് 2019 എത്തി. ഇപ്പം ഏതാണ്ട് ഒരു 49-48 വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണെങ്കിലും മറക്കാത്തൊരനുഭവമാണ് ജീവിതത്തിൽ. കുറേ പേര് ചോദിച്ചത് കൊണ്ടാണ് ഞാനിത് പറഞ്ഞത്.
പ്രത്യേകിച്ച് ജീവിതത്തിൽ വിദ്യാർത്ഥികൾക്ക് ഇതുമാതിരിയുള്ള ചില വിവരങ്ങൾ അവർ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന ദുഃഖം, മറ്റൊരുവൻ്റെ ദുഃഖമോ വിഷമമോ പ്രശ്നമോ പ്രോബ്ലമോ ഒന്ന് ചിന്തിക്കാൻ അവസരം കിട്ടുമ്പോൾ അവർക്ക് തളരാതെ മുമ്പോട്ട് പോകാൻ ഇതെല്ലാം നല്ല അവസരം, നല്ല വരികളാണ് എന്ന് തോന്നിയത് കൊണ്ടാണ്. അല്ലാതെ എന്നെ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയല്ല ഞാനിത് പറഞ്ഞത് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ഇതൊക്കെ എൻ്റെ ഓട്ടോബയോഗ്രഫിയിൽ എഴുതിയിട്ടുണ്ട്. 5 വോളിയം ഓട്ടോബയോഗ്രഫി ഉണ്ട്. ഇനി 6ാമത്തെ വോളിയം കൂടി എഴുതണം. 6ാമത്തെ വോളിയം എഴുതുന്നത് ഏതാണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഭാഗമാകുമ്പോൾ തീരാൻ ഭാഗത്തിനെ എഴുതുള്ളൂ. എനിക്ക് അത് വായിച്ചിട്ട് ആരുടെയും കമൻറ്റ് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതൊക്കെ 5 വോളിയം വായിച്ച് ധാരാളം പേര് കമൻറ്റ് പറയാറുണ്ട്. അത് വായിച്ചിട്ട് കമൻറ്റ് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും അതുകൂടി പ്രിൻ്റ് ചെയ്തിട്ട് ഓഫീസിൽ കൊടുത്ത് സ്വച്ഛന്ത മൃത്യു എന്ന് പറഞ്ഞ് യാത്രയാവണം.